അങ്ങനെ ഒരു സബ്ജക്റ്റ് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതെ, ശ്രീധുവിന്റെ അമ്മയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു വീട്ടുകാർ വന്നിട്ട് ഒന്നും ചർച്ചയാകാത്തതെന്ന് കരുതിയിരുന്നപ്പോഴാണ് ശ്രീധുവിന്റെ അമ്മയുടെ ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അമ്മയുടെ വാക്ക് കേട്ട് ശ്രീധു ട്രാക്ക് മാറ്റിപ്പിടിക്കുമെന്നൊന്നും അറിയില്ല. അതുപോലെ അർജുന്റെ അമ്മയും സിസ്റ്ററും പ്രേക്ഷക പിന്തുണ മനസ്സിലാക്കിയാണോ ഈ ശ്രീധു അർജുൻ കോംബോയ്ക്ക് പിന്തുണ നൽകുന്നത്? ഇനി ഇതിന്റെ ഇടയിൽ നടന്ന പാത്രം കഴുകൽ ടാസ്കിലെ ജഡ്ജ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ബിഗ് ബോസ് വീട്ടിലെ 66-ാം ദിവസത്തെ ഇത്രയും സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം തന്നെ ഫാമിലി വീക്ക്. ഇന്നലെ ശ്രീധുവിന്റെ അർജുന്റെ ഫാമിലിയാണ് വരുന്നത്. ഓൾറെഡി ഇവരറിയാതെ പുറത്തൊരു കോംബോ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടായിരിക്കണം രണ്ടുപേരുടെയും ഫാമിലിയെ ഒരുമിച്ച് അയച്ചത്. ആദ്യം വരുന്നത് അർജുന്റെ ഫാമിലിയാണ്. അമ്മയും ചേച്ചിയാണ് വരുന്നത്. ഈ വരുന്നവർക്കൊക്കെ മക്കളെ കണ്ടതിനേക്കാൾ സന്തോഷം ബിഗ് ബോസ് ഹൗസ് കണ്ടതിലും അതുപോലെ ബിഗ് ബോസിന്റെ സൗണ്ട് കേട്ടതിലൊക്കെയാണ്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, പേഴ്സണാലിറ്റി വിട്ടൊന്നും ചെയ്യാറില്ല എന്നൊക്കെ. പറഞ്ഞത് കറക്റ്റാണ്, പറയാൻ മാത്രം ഒന്നും അവിടെ ചെയ്യുന്നില്ല. ഒരു കോംബോ കാരണം പിടിച്ചു നിൽക്കുന്നു. അതുപോലെ ശ്രീധു ആണ് കൂടുതൽ കമ്പനി, എന്ത് സംഭവിച്ചാലും ഓടി വരാറുണ്ടെന്നൊക്കെ അർജുൻ വീട്ടുകാരോട് പറയുന്നുണ്ട്. അമ്മയും ചേച്ചിയാണെങ്കിൽ അർജുൻ ശ്രീധു കോംബോക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അർജുന്റെ ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു ബോണ്ട് വേണം, അല്ലാതെ പറ്റില്ല, നീ ശ്രീധുവിന്റെ കൂടെ ഹാപ്പി ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ കേട്ടതോടെ അർജുൻ ഫുൾ ഹാപ്പിയായി. എൻ്റെ ഒരു അഭിപ്രായത്തില് ശ്രീധു അർജുൻ കോംബോയ്ക്ക് പുറത്ത് ആവശ്യത്തിലധികം സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അമ്മയും ചേച്ചിയും ഈ സംഭവത്തെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് സപ്പോർട്ടും കൂടും, വീടിനുള്ളിൽ നിൽക്കുകയും ചെയ്യാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതുപോലെ ശ്രീധുവിനോടും നല്ലപോലെ പെരുമാറുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഇടയിൽ ശ്രീധു രശ്മിനോട് പറയുന്നുണ്ട്, നന്ദനയൊക്കെ ഒരു വേറെ രീതിയിലാണ് തന്നോട് സംസാരിക്കുന്നത്. അതായത് അർജുന്റെ ഫാമിലി വന്നപ്പോൾ പോയി സംസാരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഡിസ്കംഫേർട്ട് ആയി എന്നാണ് ശ്രീധു രശ്മിനോട് പറയുന്നത്. രശ്മിനാണെങ്കിൽ ഇതിന് പറ്റിയ മറുപടിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ആ രീതിയിൽ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇതൊന്നും കാര്യമാക്കേണ്ടതാണ്. മേ ബി ശ്രീധു ഫാമിലിയൊക്കെ വരുമ്പോൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കണം ഈ ഒരു രീതിയിൽ രശ്മിനോട് സംസാരിച്ചിട്ടുണ്ടാവുക. നമുക്കറിയാം ജാസ്മിനും ഗബ്രിയും പോലെ അല്ലെങ്കിലും അത്യാവശ്യം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട കോംബോയാണ് രണ്ടുപേരും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം രശ്മിൻ ശ്രീധുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അടുത്തത് ശ്രീധുവിന്റെ അമ്മയാണ് വരുന്നത്. ശ്രീധുവിന്റെ അമ്മയാണ് തമ്മിൽ ഭേദം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. സാധാരണ ഒരു ഒഴുക്ക് രീതിയിലാണ് ഈ ഒരു ഫാമിലി വീക്ക് പോയിരുന്നത്. ഒരു ഗെയിം ചേഞ്ചിങ്ങിനുള്ള കണ്ടന്റ് ശരിക്കും കൊണ്ടുവരുന്നത് ശ്രീധുവിന്റെ അമ്മ തന്നെയാണ്. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്തിനാണ് ഉറങ്ങാതിരുന്ന് സംസാരിക്കുന്നത്, അതുപോലെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തുറന്നു പറയൂ എന്നൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്. ഒരർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് കേട്ട എല്ലാവർക്കും തോന്നുന്നത്. അത് ശ്രീധുവിനും ഏകദേശം മനസ്സിലാവുന്നുണ്ട്. കാരണം അർജുൻ കണക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുക. കാരണം മുഴുവനായും പറയാൻ പറ്റില്ല, ബിഗ് ബോസ് അതിൽ ഇടപെടും. അത് കാരണമായിരിക്കണം ഈ ഒരു ഹിന്റ് പോലെ സംസാരിച്ചിട്ടുണ്ടാവുക. ഇതിന്റെ ഒക്കെ ഇടയിൽ ശ്രീധുവിന്റെ അമ്മേനെ വിളിച്ച് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് മകളുടെ സെൽഫ് കോൺഫിഡൻസ് കളയുന്നത് പോലെ സംസാരിക്കരുത് എന്നൊക്കെ. ഈ സംഭവം എപ്പിസോഡിൽ കാണിച്ചിരുന്നില്ല, പക്ഷെ ലൈവിൽ ഉണ്ടായിരുന്നു. ശ്രീധുവിന്റെ അമ്മ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്, ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക, അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കോൺസെൻട്രേഷൻ പോവുകയാണ് എന്നൊക്കെ. ഒരു അമ്മ എന്ന നിലയിൽ അത് പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഇടപെടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി ഇതിന്റെ ഇടയിൽ ഒരു ടാസ്ക് വരുന്നുണ്ട്, പാത്രം കഴുകലാണ് സംഭവം. ഓരോ ടീമിനും കുറച്ച് അഴുക്ക് പിടിച്ച പാത്രങ്ങൾ കൊടുക്കും, അത് ക്ലീനായി കഴുകിയെടുക്കുക. ഇതിനായിട്ടുള്ള വെള്ളം, അതുപോലെ സ്ക്രബ്, അതുപോലെ ഡിഷ് വാഷ്, ഇതൊക്കെ സ്വന്തം മിടുക്ക് പോലെ നേടിയെടുക്കണം. അങ്ങനെ എല്ലാ ടീമും വാശിയേറിയ പോരാട്ടം എന്ന പോലെയാണ് ഈ ഒരു ടാസ്ക് ചെയ്തത്. ഇതിന്റെ ഇടയിൽ പാത്രം പിടിച്ചു വലിക്കല്, പൈപ്പ് പൊട്ടിക്കല്, ഇതൊക്കെ ഒരു ഭാഗത്തോട് നടക്കുന്നുണ്ട്. ബസർ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഒരു പാത്രം കൊണ്ടുവച്ചതിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സിജോ പാത്രം തുടച്ചതിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. നന്ദനയാണെങ്കിൽ, അതായത് പുതിയ ക്യാപ്റ്റൻ, ഇതെല്ലാം കൃത്യമായി കാണുന്നുണ്ട്, അതിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതെടുത്ത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. സിജോ, ഋഷി, ജിൻഡോ, ശ്രീധു ഇവരായിരുന്നു ഈ ഒരു ടാസ്കിലെ ജഡ്ജസ്. 4 ആളും കൂടി ചില്ലറ ടൈം ഒന്നുമില്ല ജഡ്ജ്മെന്റിനായി എടുത്തത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കി ടൈം കളഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് ഒരു പാത്രം ക്ലീൻ ആണെങ്കിൽ മറ്റേ ആൾക്ക് ക്ലീൻ ആവില്ല. അങ്ങനെ 4 പേർക്കും 4 അഭിപ്രായമായിരുന്നു. ക്ലീൻ അല്ലെങ്കിൽ ക്ലീൻ അല്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കണം, പകരം അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാനാണ് ഈ 4 പേരും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ കുറേ ടൈം അതിന്റെ പേരിൽ വേസ്റ്റ് ആയി പോയി. ലാസ്റ്റ് 19 പാത്രം കഴുകി ഡെൻ ടീമാണ് ജയിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജഡ്ജ്മെന്റ് ഒഴിച്ചാൽ സംഭവം അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. പിന്നെ വഴക്കിടാതെ ഒരു ടാസ്കും ഇതുവരെ ആ വീടിനുള്ളിൽ നടക്കാത്തതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. വന്ന ഫാമിലിക്ക് തന്നെ ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിലാണ് നോക്കിയിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്.
ഇനി ഈ ഫാമിലി വീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് ഫാമിലി വീക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരാം. കാരണം ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്ത് വെറും 2 ദിവസം ആകുമ്പോഴേക്കും മൊത്തത്തിലൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം ഫാമിലിയൊക്കെ വരുന്നുണ്ട്, എന്നിരുന്നാലും ഒരേ പാറ്റേണിലാണ് കാര്യങ്ങൾ മുൻപോട്ട് വന്നത്. ഫാമിലി വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു, ഇത് മാത്രം. വരുന്ന ആൾക്കാർ മാറുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് അവിടെ സംഭവിക്കുന്നില്ല. ഇനി വരുന്നവരാണെങ്കിലോ പുറത്തുള്ള ഒന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല. ആസ് യൂഷ്വൽ ഗെയിം നന്നായി കളിക്കണം, പിടിച്ചു നിൽക്കണം, ഇത് മാത്രമാണ് പറയുന്നത്. ഇതിന് പിന്നെ ഒരു മാറ്റം കൊണ്ടുവന്നത് നിലവിൽ ഇപ്പോൾ ശ്രീധുവിന്റെ അമ്മയാണ്. അപ്പൊ സംഭവിച്ചതോ ബിഗ് ബോസ് അതിൽ ഇടപെടുകയും ചെയ്തു, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരെ ഒന്നും പുറത്തേക്ക് കാണാനില്ലാത്ത അവസ്ഥയാണ്. അതായത് സ്ക്രീൻ സ്പേസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നോറ, അതുപോലെ ജിൻഡോ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരാണ്. നോറയുടെ ഒരു സൗണ്ട് പോലും 2 ദിവസമായിട്ട് കേൾക്കാനില്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വോയിസ് ഒന്നും അവിടെ കേൾക്കാനില്ല. ഒരുപക്ഷെ ഈ ഒരു വീക്ക് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കണം, അതായത് ആരുടെ ഫാമിലിയാണ് വരുന്നത് അവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്, ബാക്കി ആർക്കും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാത്ത പോലെയാണ് നിലവിൽ തോന്നുന്നത്. അതുപോലെ ക്യാപ്റ്റനിലേക്ക് വരുമ്പോൾ നന്ദനയ്ക്കായാലും കാര്യമായ റോളൊന്നും ഈ വീക്കിലില്ല. സംഭവം ക്യാപ്റ്റനായി ചാർജ് എടുത്തതിന് ശേഷം പുതിയ പരിഷ്കാരങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആൾക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ആകെ പറയാൻ മാത്രമായിട്ട് ഇന്നലെ പാത്രം കഴുകൽ ടാസ്കിനിടയിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമാണ്. അതല്ലാതെ അവിടെ പറയത്തക്ക ക്യാപ്റ്റൻ ഒരു റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഫാമിലി വീക്കിനിടയിൽ അർജുനെ ഹോട്ട്സ്റ്റാർ കോണ്ടസ്റ്റന്റ് ആയിട്ട് ഒരു ടാസ്ക് കിട്ടുന്നുണ്ട്. അതായത് ഇൻവിസിബിൾ ആയി നടക്കുക, അതായിരുന്നു ടാസ്ക്. ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം. അതായത് ബാക്കിയുള്ള മത്സരാർത്ഥികളും ഇങ്ങനെ ഒരു കഥാപാത്ര വീട്ടിലില്ല എന്ന രീതിയിലാണ് പെരുമാറേണ്ടത്. ഫൺ ടാസ്കിനെ ഫണ്ണായി കണ്ടുകൊണ്ട് തന്നെയാണ് അർജുൻ ടാസ്ക് കളിച്ചത്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു എൻഗേജിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ടാസ്കിനെ കാണേണ്ടത്. മുൻപ് നമുക്കറിയാം നോറയ്ക്കും ജിൻഡോയ്ക്കും കയ്യിൽ കയറ് കെട്ടി നടക്കുക എന്നൊരു ടാസ്ക് കിട്ടിയിരുന്നു ഈ സെയിം ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റ് തന്നെ. അന്ന് എന്തുമാത്രം പ്രശ്നങ്ങളാണെന്ന് അറിയാം ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയത്. ടാസ്കിനെ ഫണ്ണായി കാണാതെ പേഴ്സണലി കണ്ടു. ജിൻഡോ മാക്സിമം ഈ ഒരു ടാസ്കിനെ ഫണ്ണായി കണ്ടപ്പോൾ നോറ അത് പേഴ്സണലി കണ്ടു. അതാണ് പ്രശ്നമായത്. മാക്സിമം പ്രശ്നങ്ങളാണ് ഈ ഒരു ടാസ്കിന് പിന്നാലെ ഉണ്ടായത്. എന്നാൽ അർജുൻ അങ്ങനെയല്ല. അർജുൻ ഈ ഒരു ടാസ്കിനെ ഫണ്ണായിട്ട് തന്നെ കണ്ട് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. എന്തായാലും ശ്രീധുവിന്റെ അമ്മ ഒരു ഗെയിം ചേഞ്ചിങ്ങിനുള്ള ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ശ്രീധുവിന് അമ്മയുടെ വാക്കുകൾ കേട്ട് ഗെയിം മാറ്റി പിടിക്കുമോ, അതോ അർജുനായുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കുമോ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കുമോ എന്നൊന്നും അറിയില്ല. കാരണം ഓൾറെഡി രശ്മിനോട് ഇതിലൊരു ഡിസ്കംഫേർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അമ്മ പറഞ്ഞതോടുകൂടി ഇനി ഒരു പക്ഷേ ഈ ഒരു ട്രാക്ക് മാറ്റി പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇനി മറ്റുള്ളവർ ഇതിന്റെ ബേസിൽ കളിയാകുക ചെയ്യുകയാണെങ്കിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കാണാൻ പറ്റുക. അതുപോലെ ഫാമിലി വീക്ക് 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് ജിൻഡോയുടെ ഫാമിലി വരുന്നുണ്ട്. അവർ വന്നിട്ട് ഇനി എന്താണ് സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ആ വീടിനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഫാമിലി എന്തൊക്കെയായിരിക്കും പറയുക എന്നൊക്കെ നമുക്ക് നോക്കാം.